ശ്രീ വി ആർ അനൂപ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇതൊരു ഗൗരവതരമായ ആരോപണമാണ് എന്ന് തോന്നുന്നത്, കോൺഗ്രസിന് തോന്നുന്നത്? കെ എം ഷാജിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹത്തിന് അത് പറയാനും ചെയ്യാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. കെ എം ഷാജിക്കെതിരെ മുൻപും നിയമ നടപടി CPM സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതിൻ്റെ പരിണിത ബലം എന്തായിരുന്നെന്ന് നമുക്കറിയാം. അതൊന്നുമല്ല നമ്മളുടെ മുന്നിൽ ഇപ്പോഴുള്ള വിഷയം. നമ്മുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യതിരക്തമായ രാഷ്ട്രീയ കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ വധം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM-ന്റെ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന ആൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ പാർട്ടി വിട്ടുപോയതിനു ശേഷം ആ പാർട്ടിയെ നയിച്ചിരുന്ന TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് കൊല്ലപ്പെടുന്നു. അതിൽ പ്രതികളായതൊക്കെ CPM-കാരാണ്. കേരളത്തെ സംബന്ധിച്ചത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പക്ഷേ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇതിൽ അത്ഭുതത്തിന് അവകാശമില്ല. റഷ്യൻ വിപ്ലവം നയിച്ച റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പികളിൽ ഒരാളായ ലെനിന് ശേഷം രണ്ടാമനായ ട്രോട്സ്കിയെ സ്റ്റാലിൻ്റെ ഏജൻറ്റുമാരാണ് പിന്നീട് പോയി കൊലപ്പെടുത്തുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തന രീതിയിൽ പലപ്പോഴും ഇത്തരം വിമതത്വങ്ങളെ, അഭിപ്രായ വ്യത്യാസം പുലർത്തിയ ആളുകളെ, പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളെയൊക്കെ കൊന്നൊരു ചരിത്രമുണ്ട്. പക്ഷേ കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ്. കെ എം ഷാജി അത് പറയുമ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കൊലപാതകങ്ങളുടെ ലിസ്റ്റ്, അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് പിന്നീട് സംഭവിച്ചത് ഫസൽ വധക്കേസ്, അരിയിൽ ഷുക്കൂറിൻ്റെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ പിന്നീട് ദുരൂഹമായി ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. CPM-ന്റെ കില്ലിംഗ് സ്ക്വാഡുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഒന്നുകിൽ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന പതിവാണ് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു വരിയുണ്ട്, ആത്മഹത്യക്കും കൊലപാതകത്തിനുമിടയിൽ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. CPM-ന്റെ കൊലയാളി സംഘങ്ങളിൽ പലർക്കും ഈ വിധിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പക്ഷേ ശ്രീ വി ആർ അനൂപ്, 2020 ജൂണിലാണ് PK കുഞ്ഞനന്ദൻ മരിക്കുന്നത്. അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കാൻ കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗോ കെ എം ഷാജിയോ പോലും തയ്യാറാകാത്തത്? PK കുഞ്ഞനന്ദൻ പെട്ടെന്ന് ഒരു ദിവസം കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ച ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. മുഖ്യമന്ത്രി അന്ന് പ്രതികരിച്ചതിനെതിരെ പോലും UDF വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പല കേസുകളെ സംബന്ധിച്ചും പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം റീഓപ്പൺ ചെയ്ത സാഹചര്യമുണ്ട്. അതിന് സഹായകമായ വിവരങ്ങൾ, സോഴ്സുകൾ കെ എം ഷാജിക്ക് കിട്ടിക്കാണും. നമുക്ക് വർഗീസ് വധക്കേസിനെ കുറിച്ച് മാധുവിനറിയില്ലേ? എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതിൽ ഉൾപ്പെട്ട ആൾ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന പോലീസുകാരൻ പിന്നീട് വെളിപ്പെടുത്തിയത്. ഈ ക്രിമിനൽ കേസുകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിൽ എപ്പോഴും റീഓപ്പൺ ചെയ്യാവുന്ന സാഹചര്യം. അങ്ങനെ സോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയല്ലോ വേണ്ടത്. ഇനി അങ്ങനെ പറഞ്ഞതിന് പിന്നിലുള്ള വിവാദം തുടർന്ന് വരികയാണ്. നിയമ നടപടിക്ക് ലീഗോ UDF ഒക്കെ പോകുമോ? സർക്കാർ അന്വേഷിക്കണം. അതിന്റെ ബാധ്യതയും LDF-ന് മേൽ അല്ലെങ്കിൽ LDF സർക്കാരിന് മേൽ വെക്കുക എന്നുള്ളതല്ലാതെ CPM നിയമ നടപടി സ്വീകരിക്കുമെന്നാണല്ലോ അതിന്റെ സെക്രട്ടറി പറഞ്ഞത്. കെ എം ഷാജി ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതിനകത്ത് നിലപാട് സ്വീകരിക്കേണ്ടി വരുമല്ലോ. അദ്ദേഹം ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം അത് പറഞ്ഞതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു പൊസിഷൻ പറഞ്ഞു. ഗൗരവതരമായ സാഹചര്യമാണ്. CPM പോലൊരു പാർട്ടി ഇത്തരം കൊലപാതകങ്ങളിൽ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിശാസ്ത്രം, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ മാധു തന്നെ ചോദിച്ചു, ഇത് കെ എം ഷാജി എന്ന് പറയുന്ന ആൾ വിടുവായനാണെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കാവുന്ന വിഷയമല്ലേ എന്ന്. CPM എന്തുകൊണ്ടാണ് ഇത്ര ചാടി പുറപ്പെട്ട് ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതൊരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ, അവരെ പോലും CPM നിരന്തരം നടന്ന് വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകളെ പോലും, അദ്ദേഹത്തിൻ്റെ വിധവയെ പോലും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അവരും ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പോൾ കോടതിയുടെ വിധി, നിങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കേസ് റീഓപ്പൺ ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഇതിൽ പുതിയ അന്വേഷണങ്ങൾക്ക് വഴിതെളിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായും ഇത് പറഞ്ഞു. CPM-നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ലെങ്കിൽ, അവരുടെ കൈകൾ അത്രമേൽ ശുദ്ധമാണെങ്കിൽ അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ.